യമനിലെ ഹൂതി വിമതരും ഹമാസും ഹിസ്ബുള്ളയും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും ഇറാനും ഒക്കെ ചേർന്നാലും ഇസ്രയേലിനെ തകർക്കാൻ കഴിയില്ല, പിന്നിൽ അമേരിക്ക ഉണ്ട് എന്ന് ഇത്രയും നാളും വിചാരിച്ച നെതന്യാഹു പെട്ടിരിക്കുകയാണ്. ഈജിപ്തും അതുപോലെ തന്നെ സൗദി അറേബ്യയും ഖത്തറും UAEയും എല്ലാം ശക്തമായി ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അതിനോടൊപ്പം റഷ്യയും ഫ്രാൻസും അതുപോലെ തന്നെ ഇപ്പോൾ UK വരെ ശക്തമായി നിലപാട് കടുപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ പറയുന്ന വാക്കിന് എന്താ വിലയില്ലേ? സുരക്ഷാ സമിതിയിൽ അമേരിക്കയ്ക്ക് മാത്രമാണോ വില? മറ്റ് 4 രാജ്യങ്ങളായ റഷ്യ, ചൈന, അതുപോലെ ഫ്രാൻസും UKയ്ക്കും എന്താ പുല്ലുവിലയാണോ? ഞങ്ങളും രാജ്യങ്ങളാണ്, ഞങ്ങൾ പറയുന്നതിനും വലിയ വിലയുണ്ട്. വീറ്റോ പവറുള്ള സ്ഥിരാംഗങ്ങളാണ് മറ്റ് 4 പേരും. അമേരിക്കയ്ക്ക് മാത്രമായി ഒരു എക്സ്ട്രാ ബോണൊന്നുമില്ല. അങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചാൽ അത് തെറ്റ്. പരസ്പര സഹകരണവും വിശ്വാസവും നഷ്ടപ്പെടുത്തി തിണ്ണമിടുക്കിൻ്റെ ഭാഷയാണ് ട്രംപ് ഉപയോഗിക്കാൻ പോകുന്നതെങ്കിൽ കളി കാര്യമാകും. ഒരുപക്ഷെ വീണ്ടും ലോകമഹായുദ്ധത്തിൻ്റെ നാൾ വഴിയിലേക്ക് പോകാൻ അധികം താമസം വേണ്ട. ശ്രദ്ധിച്ചിരുന്നാൽ നല്ലത്. ഇസ്രയേലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഫലസ്തീൻ്റെ വിഷയത്തിൽ അമേരിക്ക ഇങ്ങനെ കടുംപിടുത്തം പിടിക്കരുത്. ഫലസ്തീൻ്റെ വിഷയത്തിൽ അമേരിക്ക എടുക്കുന്ന കർക്കശ നയങ്ങളെ പിന്തുണയ്ക്കാൻ ലോകരാജ്യങ്ങളിൽ സുരക്ഷാ സമിതിയിലെ ഒരു രാജ്യങ്ങളും തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ അമേരിക്ക കിട്ടിയിരിക്കുന്ന തിരിച്ചടി. UKയോടും അമേരിക്ക വലിയ വിലപേശലുകൾ നടത്തി എന്നുള്ളതാണ്. കെയർ സ്റ്റാമർ അതിന് പുല്ലുവില കൊടുത്തു. നോക്കണം, കെയർ സ്റ്റാമർ ആ രീതിയിലൊക്കെ ചിന്തകൾ കൃത്യമായും എടുത്തു എന്നത് വിചിത്രം തന്നെയാണ്. തീവ്ര വലതുപക്ഷ നിലപാടുള്ള വ്യക്തിയാണ് കെയർ സ്റ്റാമർ. ലേബർ പാർട്ടി പോലെയല്ല കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാക്കൾ പെരുമാറുന്നത്. കൺസർവേറ്റീവ് പാർട്ടിയും അതുപോലെ US റിപ്പബ്ലിക് പാർട്ടിയും ഏകദേശം അവരുടെ സ്വഭാവ സവിശേഷതകൾ നോക്കിയാൽ സമാനമായ പല രീതികളും കാണാം. എന്നിട്ടും ഇത്രയധികം അമേരിക്കയ്ക്ക് വലിയ നഷ്ടബോധം ഉണ്ടെങ്കിൽ പിന്തുണ പരമാവധി ലഭിക്കും എന്ന് കരുതിയ പല വിഷയങ്ങളിലും കിട്ടുന്നില്ലെങ്കിൽ നോക്കുക, ഇറാൻ മധ്യേഷ്യയിൽ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇറാൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. ഫലസ്തീൻ വിഷയം നിന്ന് കത്തുകയാണ്. അവിടുത്തെ കുഞ്ഞുങ്ങൾ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ട് വർഷങ്ങളേറെയായി. ഓരോരുത്തരും ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം. അങ്ങനെ ഒരു അവസ്ഥയിൽ അത്ര സുഖകരമല്ല ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഫലസ്തീന് വേണ്ടി വാദിച്ചതിനെ എതിർക്കുന്ന അമേരിക്കയ്ക്കും കൃത്യമായി അറിയാം തങ്ങളുടെ നില വളരെ പരുങ്ങലിലാണ്. കാരണം ഇപ്പോൾ താരിഫ് വിഷയം ഉന്നയിച്ചുകൊണ്ട് റഷ്യക്കെതിരെ ഉപരോധം തീർക്കുമ്പോൾ ഇറാൻ മറ്റ് കാര്യങ്ങളിൽ കൂടി റഷ്യയുമായി സഹകരിക്കുകയാണ്. US കൂടുതൽ ഒറ്റപ്പെടുകയാണ്.